പൊളിച്ച് കളയാൻ നിൽക്കുന്ന ഒരു കോഴിക്കൂടിനെ ഇന്ന് നമ്മളൊരു ഹൈടെക് കോഴിക്കൂടാക്കി മാറ്റാൻ പോകട്ടോ. നോക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലുള്ള ഹൈടെക് കൂട് 30 കോഴികളുടെ മേലെ ഇതിൽ സുഖമായിട്ട് വളർത്താം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പഴയ കോഴിക്കൂട്. കുറച്ച് നാൾ മുമ്പ് തെരുവ് നായ്ക്കൾ വന്ന് കൂട് പൊളിച്ചിട്ട് കൂട്ടിലുള്ള സകല കോഴികളെയും കൊണ്ടുപോയി, ഒന്നിനെ മാത്രം ബാക്കി വെച്ചിട്ട്. അതോടെ വീട്ടുകാർക്കും മടുപ്പായി, ഇനി കോഴിയും വേണ്ട ഒന്നും വേണ്ടെന്നായി. അപ്പം ഞാൻ പറഞ്ഞു, നായ്ക്കൾ പിടിക്കാത്തൊരു കോഴിക്കൂട് ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് നോക്കാനും എളുപ്പമായിരിക്കുന്നു. അങ്ങനെ വീടിൻ്റെ സൈഡിൽ കിടന്നിരുന്ന കുറച്ച് വേസ്റ്റ് പൈപ്പുകളൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 8 അടി നീളവും 4 അടി വീതിയുള്ള കോഴിക്കൂടാണ് താഴെ ഇരിക്കുന്നത്. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് ഞാൻ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പുതിയത് വാങ്ങിച്ച ഐബലിൻ്റെ വെൽഡിംഗ് മെഷീനാണ് കേട്ടോ. മെഷീൻ ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. നല്ല കറക്റ്റ് ഫോഴ്സ് കിട്ടുന്നുണ്ട്, ചെറിയ കറണ്ടിൽ തന്നെ വെൽഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനെ സ്ക്വയറൊക്കെ നോക്കി നമ്മൾ ഫ്രെയിമിൻ്റെ മൂല ടാക്ക് അടിച്ചു. ഇന്നും നമ്മൾ ഒറ്റയ്ക്കാണ് കേട്ടോ പണി. സ്വന്തം വീട്ടിലേക്കുള്ളതാകുമ്പോൾ പിന്നെ ഒറ്റയ്ക്ക് പണിതാലും കുഴപ്പമില്ല, ആരെയും ബോധിപ്പിക്കണ്ടല്ലോ പണി. അതിനുശേഷം നമ്മൾ ടാക്ക് അടിച്ച് വെച്ച പൈപ്പിൻ്റെ കോർണർ നോക്കിയിട്ടാണ്. കോർണർ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്വയർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കോർണർ സെറ്റാക്കിയിട്ട് നമ്മൾ ഉള്ളിൽ ടാക്കൊക്കെ നല്ല സ്ട്രോങ് ആക്കിയിട്ട് കൊടുത്തുവിട്ടാ. ഈ വെൽഡ് ചെയ്യുമ്പോൾ വരുന്ന പുക വളരെ ഡേഞ്ചറാണ് കേട്ടോ. ഈ പുക നമ്മുടെ ശരീരത്തിൽ മുഖത്ത് എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ പാമ്പ് പടം പൊഴിക്കണ പോലെ നമ്മുടെ തൊലി പോവുക. ആദ്യത്തെ 2-3 ദിവസം നല്ല ചുട്ട് നീറ്റായിരിക്കും, അത് നമ്മുടെ സ്കിന്ന് വലിയാണ് അതിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ പോയി തുടങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ വെളിച്ചം അതിനേക്കാൾ ഡേഞ്ചറാണ്. അത് ചിലവർക്ക് പെട്ടെന്ന് കിട്ടും, ചിലവർക്ക് നല്ല സാവധാനം കിട്ടുള്ളൂ. എന്തായാലും കിട്ടിയവർ കിടന്നുറങ്ങാൻ കുറച്ച് ഉഷ്ണിക്കും. അതുകൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ കറുത്ത ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ നോക്കുള്ളൂ കേട്ടോ. ഇനി ഈ ഗ്ലാസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ ആ വെൽഡ് ചെയ്യണ സ്പോട്ടിലെത്തുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും. ഇതുപോലത്തെ ചെറിയ ചെറിയ പണികൾക്കൊക്കെ അങ്ങനെയായാലും പറ്റും. പക്ഷെ പുറത്തൊക്കെ പോയിട്ട് നല്ല കമ്പനിയിലൊക്കെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാണ് കേട്ടോ വെൽഡർക്ക്. ഹെൽമെറ്റ് മാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. പിന്നെ അവിടുത്തെ വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ലോ, ഒരു റാഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണ വരെ അടിക്കണം. പിന്നെ അവിടെ അടിക്കണ റാഡിൻ്റെ നമ്പറിലും വ്യത്യാസമുണ്ട്. ഇവിടെ അടിക്കണൊക്കെ ലോക്കൽ റാഡാണ്, ഇതാകുമ്പോൾ ഇങ്ങനെ കുത്തി കുത്തി അടിക്കാൻ പറ്റും. അങ്ങനെ മരത്തിൻ്റെ കൂടാണെങ്കിലും അത് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് ഞാൻ ഈ ഫ്രെയിമിൻ്റെ ഇടയിൽ 2 പൈപ്പും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 സൈഡും നമ്മൾ വെൽഡ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ആ ഫ്രെയിം ഒരു ഗേറ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിനെ 4 കാല് കൊടുത്തിട്ട് ഒരു കട്ടിൽ രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പഴയ ഇരുമ്പ് എടുക്കുന്നുണ്ട്, അതുള്ളത് കൊണ്ട് നമുക്കൊരു സാധനം പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ കാലമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആംഗിളാണ്. ഭാരം താങ്ങാൻ ഈ ചെറിയ പൈപ്പിനേക്കാളും ബെസ്റ്റ് ആംഗിൾ തന്നെയാണ്. ഇത് ഏതാണ്ട് 2.5 അടിക്ക് മുകളിൽ ഹൈറ്റുള്ള ആംഗിളാണ് കേട്ടോ. അതുകൊണ്ട് അത്രയും ഹൈറ്റിൽ നമ്മുടെ കൂട് നിൽക്കും. അങ്ങനെ 4 സൈഡിലും നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്തു കേട്ടോ കാലിനായിട്ട്. പിന്നെ എനിക്കൊരു സംശയം തോന്നി, ഇനി 4 കാലുമ്പോൾ കൂട് നിൽക്കില്ലേ എന്ന്. വെയിറ്റുള്ള കൂടാകുമ്പോൾ ചെറിയൊരു ഒലച്ചിരി വരില്ലേ, വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നേ കാലിൻ്റെ എണ്ണം കൂട്ടണം, അല്ലെങ്കിൽ ഇടയിൽ കൂടെ വേറെ 2 സപ്പോർട്ട് കൊടുക്കണം. അപ്പം ഞാൻ വീണ്ടും 2 കഷ്ണം പൈപ്പും കൂടി എടുത്തുകൊണ്ടിട്ട് അത് കാലാക്കി മാറ്റി. ഈ കൂടിൻ്റെ പണിയോടെ വീട്ടിലുള്ള സ്ക്രാപ്പ് പൈപ്പിൻ്റെയൊക്കെ എണ്ണ ഏതാണ്ട് തീരുമാനമാവും കേട്ടോ. ഇരുമ്പ് വിലയ്ക്ക് എടുത്ത് കൊടുക്കണേക്കാൾ നല്ലതല്ലേ വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണത്, അതുകൊണ്ട് ചെയ്യണതാ. അങ്ങനെ ആ 2 കാലും കൂടി വെച്ചപ്പോൾ ഫ്രെയിം ഏതാണ്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് 6 കാലുള്ള ഒരു കട്ടിൽ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ കട്ടിലും ടേബിളൊക്കെ പണിയാൻ ഇത്രയുള്ള പരിപാടി കേട്ടോ. എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം, വെൽഡിങ്ങും പഠിക്കാമല്ലോ കൂട്ടത്തിൽ. പിന്നെ നമ്മൾ കൂട്ടിലെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ഷീറ്റ് വെക്കാനുള്ള ഒരു പൈപ്പും കൂടിയും കൂടെ സെറ്റ് ചെയ്തു കിട്ടുക. അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെയും പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ അടിഭാഗം നെറ്റായതുകൊണ്ട് താഴെ വന്ന ഏതെങ്കിലും ജീവികൾ ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കോഴികളുടെ കാലിൽ കയറി പിടിക്കും. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു സേഫ്റ്റിയാണ്, വൃത്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് നിന്നുള്ള വേസ്റ്റ് ഒന്നും പുറത്തേക്കും പോവില്ല, താഴേക്കും പോവില്ല. അത് നമുക്ക് ആഴ്ചയിലോ മാസത്തിലോ എടുത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഈ കൂടിൻ്റെ മുകളിലുള്ള ട്രസ്സാണ് കേട്ടോ. അപ്പോൾ കയറ്റി വയ്ക്കുന്ന കൂടിന് എത്ര വലിയ മഴ പെയ്താലും നനയില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. സൈഡിലേക്ക് ഏതാണ്ട് 40 സെൻറ്റിയും ഫ്രണ്ടിലേക്ക് 50 സെൻറ്റിയും തള്ളിയിട്ടിട്ടാണ് നമ്മൾ ഷീറ്റിൻ്റെ അളവ് എടുക്കുന്നത് കേട്ടോ. 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പിലാണ് നമ്മൾ പട്ടികയും കഴുക്കോലൊക്കെ അടിക്കണത് കേട്ടോ. അങ്ങനെ 3 പട്ടിക വെച്ച് കൊടുത്തു. നമ്മൾ 8 അടി ഷീറ്റാണ് ഇടാൻ ഉദ്ദേശിച്ചേക്കണത്. അങ്ങനെ പൈപ്പൊക്കെ നമ്മൾ നല്ല അളവിൽ കറക്റ്റാക്കി വെച്ച് നോക്കി. ഇനി അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കണം. ഈ വെൽഡിങ്ങൊക്കെ പെട്ടെന്ന് തരും കേട്ടോ, 10 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. കാരണം അധികം ഏരിയ വെൽഡ് ചെയ്യാനില്ല, 3/4 ഇഞ്ചിൻ്റെ ഇതേപോലെ ഒരു പീസല്ലേ ഉള്ളൂ. ഷേപ്പിലല്ല, 1 സൈഡ് മാത്രം ചെരിവുള്ള ഷേപ്പിലാണ് നമ്മൾ ഡ്രസ്സ് പണിതെടുക്കണത് കേട്ടോ. അപ്പോൾ ഇത്രയും ഹൈറ്റ് ആയിരിക്കും കൂട് വന്നു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ അളവ്. അങ്ങനെ നമ്മൾ വെൽഡിങ് കഴിഞ്ഞാൽ ഡ്രസ്സിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടാ ഇനി കൂട് കൊണ്ടുവരണം. മരക്കൂടായതുകൊണ്ട് അതൊരു മഴക്കാലം മുഴുവൻ മഴയത്തിരുന്നപ്പോൾ കനം വെച്ചു. അങ്ങനെ എടുത്താൽ പൊന്താതെ ആയതോടെ 4 ആളെ വിളിക്കേണ്ടി വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തായിരുന്നു ഈ കൂടുണ്ടായിരുന്നത് കേട്ടോ. എന്നാൽ ഇപ്പോൾ അത് വീടിനോട് ചേർത്ത് വയ്ക്കാൻ പോവുക. അങ്ങനെ നമ്മൾ ആ കൂട് പൊക്കിയെടുത്ത് നമ്മൾ പണിത് വെച്ച സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് നമ്മുടെ കൂടിനിരിക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ഈ തെരുവ് നായ്ക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികൾക്കൊന്നും ഇനി ഓടി വന്ന് പിടിക്കാൻ പറ്റില്ല. അതിന് ശേഷം നമ്മൾ കോഴികൾക്ക് കയറാനുള്ള റാമ്പാണ് ഉണ്ടാക്കിയത് കേട്ടോ, കോണി. എന്നിട്ട് നമ്മൾ നേരെ പോയി അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് കോഴികളെയും കൂടി മേടിച്ചു കേട്ടോ. കൂടൊക്കെ സെറ്റായപ്പോൾ ഇനി കോഴികളില്ല എന്ന് വേണ്ട ഏത്. അങ്ങനെ നാടൻ കോഴികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള പിള്ളേരും വീടിനടുത്തുള്ള പിള്ളേരൊക്കെ കൗതുകത്തോടെ അങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ചത് ഒരു 6 പിടക്കോഴിനെയാണ്. പിന്നെ 2 ദിവസം മുന്നേ ഞാനൊരു പൂങ്കോഴിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പട്ടി പിടിച്ചതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ വീട്ടിൽ മുന്നേ നിന്നായിരുന്നൊരു കോഴിയും. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 8 കോഴിയുണ്ട്.
തമ്മി തമ്മി കൊത്തിയിട്ടാണ് കേട്ടോ ഈ കോഴികളുടെ മേത്ത് തൂവലില്ലാത്തത്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി കൂടിൻ്റെ മുഖച്ചായ മാറ്റാൻ പോണത്. കൂടിന് ഫുള്ള് ഹൈടെക് ആക്കാൻ പോവുക. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 പാത്തി ക്ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാലൊക്കെ കെട്ടിയത് വേറൊരു ഷേപ്പിൽ വെൽഡ് ചെയ്ത് വെച്ചു കേട്ടോ. ഇതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലാണ് നമ്മൾ കോഴിക്ക് ഫുഡ് കൊടുക്കാൻ പോണത്. ഈ പാത്തി ക്ലാമ്പിൽ നമ്മൾ പാത്തി ഇറക്കിയിട്ടിട്ട് അതിനൊരു കവറിങ്ങും വെച്ചിട്ട് അതിൽ നമ്മളിനി ഫുഡ് കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന ഫുഡ് വേസ്റ്റ് ആവില്ല, മറ്റു കിളികളൊന്നും വന്നത് കഴിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്നാണ് പാത്തി ക്ലാമ്പ് ഫിറ്റ് ചെയ്യണത്. അങ്ങനെ 2 ക്ലാമ്പ് ടാക്ക് അടിച്ച് വെച്ചു കേട്ടോ. അതിന് ശേഷം ലെവലിൽ ചിരടൊക്കെ കെട്ടിയിട്ടുണ്ട് നമ്മൾ ഇടയിലത്തെ പാത്തി ക്ലാമ്പ് വെക്കണത്. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്യണമല്ലോ, അതാണല്ലോ പണി. അങ്ങനെ നമ്മൾ 3ാമത്തെ പാത്തി ക്ലാമ്പും വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. പിന്നെ കോഴികൾക്ക് ആ പാത്തിയിലേക്ക് തലയിടാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കണം കേട്ടോ. നമ്മുടെ ഈ നെറ്റിൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് കോഴിയുടെ തല പോയിട്ട് കൊക്ക് പോലും പുറത്തേക്ക് വരില്ല. അപ്പോൾ ഈ ക്ലാമ്പിനുള്ളിൽ പാത്തി ഇറക്കിയിട്ട് പാത്തിയുടെ അളവ് നോക്കിയിട്ട് വേണം നമുക്ക് ഹോള് കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ പാത്തി വെച്ച അളവ് നോക്കി നമ്മൾ 2 കൂടിനും ഹോളുകൾ കട്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഈ പാത്തിക്ക് ഒരു കവറിങ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ ഫ്രെയിം. എന്നിട്ട് നമ്മൾ ആ പാത്തി ക്ലാമ്പിൻ്റെ മുകളിൽ കൂടെ ഫുള്ളായിട്ടൊരു പൈപ്പ് ഓടിച്ചു വിട്ടാൽ ഈ പൈപ്പ് വന്നിട്ട് വേണം ആ ഫ്രെയിം വന്ന് ബ്ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫ്രെയിമിലൊരു ഷീറ്റ് അടിച്ചു കൊടുത്ത് ഒരു ഇഞ്ചക്ഷൻ സെറ്റ് ചെയ്ത് നമ്മൾ കൂടിൻ്റെ മേലെ വെച്ചു വിട്ടാൽ ഒരു അലുമിനിയം ഫാബ്രിക്കേറ്റർ വീട്ടിലുള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ടാവും. അങ്ങനെ നമ്മുടെ തീറ്റപ്പാത്രവും മൂടിയും സെറ്റായി. ഇനി അതിനൊരു ലോക്ക് മാത്രം വെച്ചാൽ മതി. അടുത്തത് നമ്മൾ പണിത് വെച്ച ട്രസ്സിൻ്റെ മുകളിൽ ഷീറ്റ് അടിക്കാനായിട്ടാണ് ചെയ്യണത്. നമ്മൾ ഈ കൂടിന് വേണ്ടി പൈസ ചിലവാക്കി വാങ്ങിച്ചത് ഒന്ന് ഈ ഷീറ്റാണ്, പിന്നെ ഒരു കഷ്ണം പാത്തി, 3 പാത്തി ക്ലാമ്പും, പിന്നെ കുടിവെള്ളത്തിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളും. അങ്ങനെ 10-4000 രൂപയുടെ ഉള്ളിലാണ് നമുക്ക് ഈ കൂടിന് വേണ്ടി ചിലവ് വന്നിട്ടുണ്ടാവുക. അങ്ങനെ ആ ട്രസ്സിന് നമ്മൾ മരത്തിൻ്റെ മുകളിലേക്ക് സ്ക്രൂ ചെയ്തു വിട്ടാ എല്ലാ ആവശ്യം വന്നു കഴിഞ്ഞാൽ അഴിച്ചെടുക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കോഴികൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സെറ്റപ്പാണ് ചെയ്യാൻ പോണത്. ഇതുപോലെ നിപ്പിൾ ഡ്രിങ്കർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കൂട്ടിലൊരു തുള്ളി വെള്ളം പോലും വേസ്റ്റായി പോവില്ല കേട്ടോ. കൂടിൻ്റെ ഉൾഭാഗം വെള്ളം നനയാത്തടത്തോളം കൂട്ടിൽ നിന്ന് വരുന്ന സ്മെല്ലും വളരെ കുറവായിരിക്കും. അങ്ങനെ പൈപ്പും നിപ്പിളൊക്കെ ഞാൻ കൂട്ടിൽ സെറ്റ് ചെയ്തൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുന്നു കേട്ടോ. അങ്ങനെ വെള്ളം ഫുള്ളാക്കിയിട്ട് ഞാൻ നിപ്പിളിലും തൊട്ട് നോക്കിയപ്പോൾ വെള്ളം എന്താ വരുന്നു പുഴ പോലെ. ഇനി എനിക്ക് ചെയ്യാനുള്ളത് കൂട്ടിൽ നിന്ന് കോഴിമുട്ട താനെ ഉരുണ്ട് വരുന്ന സെറ്റപ്പാണ്. കൂട്ടിൽ മുട്ട കിടന്ന ചില കോഴികൾ അത് കൊത്തി കുടിക്കുകയും ചെയ്യും. അതിന് നമ്മൾ കൂടിൻ്റെ താഴ്ഭാഗത്തെ പുറകുവശത്ത് വരുന്ന നെറ്റ് പൂർണ്ണമായിട്ട് അഴിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന പാത്തിനെ ഒന്നും കൂടി കട്ട് ചെയ്ത് ചെറുതാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പാത്തിനെ തുറന്നു വെച്ച നെറ്റിൻ്റെ ഉള്ളിലേക്ക് നെറ്റും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ആ കൂടിൻ്റെ ഫ്രണ്ട് ഒന്ന് പൊന്തിച്ചിട്ട് ചെറിയൊരു സ്ലോപ്പാക്കി കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ഫുള്ള് ഹൈടെക് ആയിട്ടാ. ഡെയിലി വെറും 5 മിനിറ്റ് മതി ഇനി കോഴി വെള്ളം നോക്കാൻ വേണ്ടിയിട്ട്. രാവിലെ വരെ ആ ബക്കറ്റിൽ വെള്ളം ഫുള്ളാക്കുക, ആ പാത്തിയിൽ ആവശ്യത്തിനുള്ള തീറ്റയിട്ട് കൊടുക്കുക. ഇനി കോഴികൾ രാത്രിയിൽ മുട്ടയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറകിൽ കിടക്കണ പാത്തിയിൽ എടുക്കണ്ടാവും, അത് പോയി എടുക്കുക. ഈ വലിപ്പത്തിലൊരു ഹൈടെക് കോഴിക്കോട് പുറത്തുനിന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 15,000 തൊട്ട് 20,000 രൂപ വരെ ചിലവ് വരും കേട്ടോ. ഇനി ഈ വളർത്തൽ വിജയിക്കുക എന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് കോഴിയുടെ എണ്ണം കൂട്ടണം തോന്നുന്നുണ്ടെങ്കിൽ ഈ കാല് വരുന്ന ഭാഗത്ത് 4 പൈപ്പ് ഓടിച്ച് അതിൻ്റെ ചുറ്റും നെറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതൊരു കൂടായി മാറും കേട്ടോ. അങ്ങനെ പണിത് കഴിഞ്ഞാൽ ഒരു 2 നില കൂടാവും. ആ 2 നില കൂട്ടിൽ നമുക്കൊരു 10-60 കോഴിയുടെ മേലെ പാർക്ക് ചെയ്യാം. പിന്നെ വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ നമ്മൾ കോഴികളെ പുറത്തേക്ക് ഒന്ന് വിടാറുണ്ട് കേട്ടോ. മണ്ണിലൊക്കെ ഒന്ന് കൊത്തിപ്പറിക്കി ഒന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട്. തെരുവ് നായ്ക്കളെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ആരും കോഴികളെ വളർത്താത്തത്. പക്ഷേ ഇതുപോലത്തെ ഒരു കൂട് വേണമെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ സ്ഥല സൗകര്യത്തിനനുസരിച്ച് പണിത് വെക്കാട്ടോ. ഇതാവുമ്പോൾ സേഫുമാണ്, വൃത്തികേടും ആവില്ല, നമ്മുടെ പണിയും കുറയും, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ടയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പണി തുടങ്ങണേക്കാൾ മുന്നേ ഞാൻ കൂട് ഇത്ര നന്നാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കൂട്ടിൽ 4ഉം മറ്റേ കൂട്ടിൽ 5ഉം ഹോൾ വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് കോഴികൾക്ക് തലയിടാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. അതിൽ പൂവൻ കോഴിക്കായിട്ട് നമ്മൾ പ്രത്യേകം ഹൈറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 95% നമ്മുടെ കൂടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു പഴയ കൂടാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. ആ നിന്നിപ്പോൾ അതിനൊന്ന് ഒരുക്കിയെടുത്ത് ഈ രൂപത്തിലാക്കിയെന്നുള്ളോ. കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ പലകയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അവർ ആ കൂടിൻ്റെ മുകളിൽ നിന്ന് ഡയറക്റ്റ് ചാടും. എന്നാൽ കയറി പോകണത് ഈ പലകയുടെ മുകളിൽ കൂടെയാണ്. നമുക്ക് ഈ പലക വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റും കേട്ടോ, അതേപോലെ അഴിച്ചെടുക്കാം. അത് വെറുതെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ കൂടിനകത്തുള്ള വേസ്റ്റ് വന്ന് എടുക്കുക കാണുന്ന ഷീറ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് നിറയുന്നതിനനുസരിച്ച് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കി വെക്കാനും പറ്റും. കൂടും ആ ഷീറ്റും തമ്മിൽ ഏതാണ്ട് 5 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് നിറയാനും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് കോഴികൾക്കും ബുദ്ധിമുട്ടില്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മുടെ മുട്ടപ്പാത്തിക്ക് ഒരു അടപ്പം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതില്ല എന്നുണ്ടെങ്കിൽ കാക്കകൾ ഒരു മുട്ട പോലും അതിനകത്ത് ബാക്കി വെക്കില്ല കേട്ടോ. കണ്ണടച്ച് തുറക്കണേക്കാൾ മുമ്പ് ഒരു സാധനം എടുത്ത് പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഴയ കൂടിനെ പുതുക്കി എടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള വിശേഷങ്ങൾ. എന്തായാലും വലിയ ചിലവില്ലാതെ ഒരു ഹൈടെക് കോഴിക്കൂട് എൻ്റെ വീട്ടിലുമായി. അപ്പോൾ ഈ പണി എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടമായി നിങ്ങൾക്ക്? ഈ പഴയ കൂട് വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇഷ്ടമാണ്. പുതിയ കൂടൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കായിരുന്നു. ഇതിപ്പോൾ ഭംഗിക്ക് കുറവുണ്ട് എന്നുള്ളോ, പരിപാടിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അത് എങ്ങനെയാലും ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴേലും കാണാം. ബൈ.